നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഴമയുടെ രുചിയുള്ള ഒരു നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അമ്പഴങ്ങ ഇട്ടാണ് നമ്മൾ ഈ കറി വയ്ക്കുന്നത്. പച്ചമാങ്ങ ഇട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മീൻ കറിയാണിത്. ചിലരെങ്കിലും അമ്പഴങ്ങ വീട്ടിലുണ്ടെങ്കിലും മീൻ കറി വയ്ക്കാൻ എടുക്കാറില്ല. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് അമ്പഴങ്ങ ഇട്ട മീൻ കറി. ഇതിപ്പം നമ്മുടെ വീട്ടിലെ ബ്ലാത്തി അമ്പഴത്തിലുള്ള അമ്പഴങ്ങയാണ്. ഈ ഒരു പരുവത്തിലുള്ള അമ്പഴങ്ങയാണ് മീൻ കറി വെക്കാൻ എപ്പോഴും നല്ലത്. ബ്ലാത്തി അമ്പഴങ്ങ കുറച്ചും കൂടി മൂത്തിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയൊരു മധുരം വയ്ക്കും. അപ്പോൾ നമ്മുടെ കറിക്കും ചെറിയൊരു മധുരപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവായിരിക്കട്ടെ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ വയ്ക്കാൻ പോകുന്നത് ചാളയാണ്. അപ്പോൾ ചാളയും അയിലയും ചെമ്മീനൊക്കെ മാങ്ങക്ക് പകരം അമ്പഴങ്ങയിട്ട് നല്ല അടിപൊളി കറി വയ്ക്കാം. അപ്പോൾ 1 കിലോ ചാള വയ്ക്കാൻ ഞാനിവിടെ 6 അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ നിറച്ച് എരിവുള്ള ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പറിച്ച അമ്പഴങ്ങയുടെ സ്കിന്നിൽ ഇതുപോലത്തെ ചെറിയൊരു ഡാർക്ക് കളറുണ്ട്. അതൊന്ന് കത്തി വെച്ചൊന്ന് ചിരണ്ടി കളയാം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി 2ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2ഓ 3ഓ പച്ചമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. മീൻ കറിക്ക് എപ്പോഴും കുറച്ച് പുളി കൂടുതലുണ്ടാവണം. അപ്പം കുടംപുളി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും നമ്മുടെ കറിക്ക്. ഇനി കുടംപുളി പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ 2 അമ്പഴങ്ങയും കൂടി കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ അത് ആ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകി കുറച്ചും കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ നമുക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ച ചാള ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 8-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് 3ഓ 4ഓ ചുവന്നുള്ളി ഒന്ന് കുറച്ച് കനത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് ഉണക്കമുളകും ഒന്ന് പൊട്ടിച്ച് ചേർക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ തന്നെ ഒരു 1-1.5 ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതുപോലെ ആയിരിക്കും മിക്കവരും കറി വെക്കുക. അല്ലാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്